Welcome to class 12 physics, electric charges and fields, lecture number 13. Today's topic is free charge, bound charge, dielectric and electric polarization. This is for CBSE, ISC and HSC class 12 students plus 2 students. Free charge, bound charge, dielectric and dielectric polarization. The first question is, water conductors and insulators. The substance which readily allows the flow of electric charges through it is called a conductor. Example, copper, iron, silver, etc. metals. The substance which readily allows the flow of electric charges through it is called a conductor. Copper, iron, silver, etc. are examples. ഈ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഫ്രീ ആയിട്ട് അനുവദിക്കുന്ന ഈസി ആയിട്ട് അനുവദിക്കുന്ന വസ്തുക്കളെ മിക്കവാറും മെറ്റൽസ് അവയെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. കോപ്പർ, അയൺ, സിൽവർ എല്ലാം എക്സാമ്പിളാണ്, ഗോൾഡൊക്കെ എക്സാമ്പിളാണ്. സബ്സ്റ്റൻസ് വിച്ച് ഡസ് നോട്ട് അലൗ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ത്രൂ ഇറ്റ് ഇസ് കോൾഡ് ആൻ ഇൻസുലേറ്റർ ഓർ പൂർ കണ്ടക്ടർ ഓർ ഡൈഇലക്ട്രിക്. എക്സാമ്പിൾ എബഡൈറ്റ്, മൈക്ക ഗ്ലാസ് എക്സെട്ര. ഈ ഇലക്ട്രിക് ചാർജിൻ്റെ ഫ്ലോ അനുവദിക്കാത്ത വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് പൂർ കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻസുലേറ്റർ അല്ലെങ്കിൽ മറ്റൊരു പേര് ഡൈഇലക്ട്രിക്. ഡൈഇലക്ട്രിക് പ്രത്യേകം പഠിക്കേണ്ടതാണ്. എല്ലാ പൂർ കണ്ടക്ടേഴ്സും ഡൈഇലക്ട്രിക് അല്ല എന്നുള്ളതുകൊണ്ട് പ്രത്യേകം പറയാം. അപ്പോൾ ഇൻസുലേറ്റർ, പൂർ കണ്ടക്ടർ അല്ലെങ്കിൽ ബാഡ് കണ്ടക്ടർ, ഡൈഇലക്ട്രിക് എന്നൊക്കെ പറഞ്ഞാൽ അവ ഇലക്ട്രിക് ചാർജസിൻ്റെ ഫ്ലോ അനുവദിക്കാറില്ല. എക്സാമ്പിളാണ് എബണൈറ്റ്, മൈക്ക ഗ്ലാസ്, പേപ്പർ, പാരഫിൻ പോലെയുള്ള വസ്തുക്കൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എക്സ്പ്ലെയിൻ ഫ്രീ ചാർജസ് ആൻഡ് ബൗണ്ട് ചാർജസ് ഇൻ എ കണ്ടക്ടർ. ഈ കണ്ടക്ടറിൽ ഉള്ള രണ്ടുതരം ചാർജാണ് ഉള്ളത്. ആ ചാർജുകൾ ഫ്രീ ചാർജ്, ബൗണ്ട് ചാർജ് എന്തെങ്കിലും വിളിക്കും. എന്താണ് അർത്ഥം? ഇൻ എ കണ്ടക്ടർ the valence electrons are free to move anywhere inside the conductor. These free electrons are free charges and often referred to as an electron gas. They are called electron gas. The positive nucleus and the remainder of the electrons remain fixed in position. They are bound charges inside the conductor. അപ്പോൾ ഈ കണ്ടക്ടേഴ്സ്, മെറ്റൽസ്, ആറ്റംസ് കൂടിച്ചേർന്നാണെന്ന് നിങ്ങൾക്കറിയാം. ആറ്റംസിൽ പോസിറ്റീവ് ന്യൂക്ലിയസ് കാണും, ഇലക്ട്രോൺസ് ഇങ്ങനെ പ്രത്യേക ഓർബിറ്റിൽ കറങ്ങും. ഈ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഈ വാലൻസ് ഇലക്ട്രോൺസ് ലൂസിൽ അറ്റാച്ച്ഡ് ആണ്. അവ ഒരു ചെറിയ എനർജിയിൽ തനിയെ പൊട്ടി വേർപെട്ട് നിൽക്കുക, ആറ്റുമായിട്ട് ബന്ധപ്പെടാതെ ഫ്രീ ആയിട്ട് നിൽക്കും. ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോണിനെ നമ്മൾ ഫ്രീ ചാർജസ് എന്ന് പറയും. ഫ്രീ ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗ്യാസ് എന്ന് പറയും. ഈ ഫ്രീ ചാർജസ്, ഫ്രീ ഇലക്ട്രോൺസ്, ഇലക്ട്രോൺ ഗ്യാസ് അതാണ് ഒരു കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ കാരണം. എന്നാൽ ആറ്റത്തിൻ്റെ ഇന്നർ ഓർബിറ്റിൽ അവിടെ നിന്ന് പോരാൻ പറ്റാതെ കുറേ ഇലക്ട്രോൺസ് ഉണ്ട്. ഇന്നർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് അവ ഫ്രീ ടു വാണ്ടർ അല്ല, ഫ്രീ ടു മൂവ് അല്ല. അത്തരം ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് ബൗണ്ട് ഇലക്ട്രോൺസ്. അപ്പോൾ ആറ്റത്തിൽ നിന്ന് പൊട്ടിപ്പോരുന്ന ഇലക്ട്രോൺസിനെ, പൊട്ടിപ്പോയി നിൽക്കുന്ന ഇലക്ട്രോൺസിനെ, ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസിനെ, ഫ്രീ ഇലക്ട്രോൺസ്, അതാണ് ഒരു കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റിക്ക് കാരണം. പിന്നെ ബൗണ്ട് ഇലക്ട്രോൺസ് ഇന്നർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസാണ്. ഇൻ എ ഗുഡ് കണ്ടക്ടർ, ബാലൻസ് ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ് എനിവെയർ ഇൻസൈഡ് ദി കണ്ടക്ടർ. ദീസ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ദി ഫ്രീ ചാർജസ് ആൻഡ് ഓഫൻ റെഫർഡ് ടു ആസ് ആൻ ഇലക്ട്രോൺ ഗ്യാസ്. The positive nucleus and the remainder of the electrons remain fixed in position. They are the bound charges inside the conductor. Next is dielectric. ഇപ്പോൾ ഡൈഇലക്ട്രിക് നമ്മൾ പൂർ കണ്ടക്ടർ എന്ന് പറയും, എങ്കിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ വുഡ് എന്ന് പറഞ്ഞാൽ അതൊരു പൂർ കണ്ടക്ടർ ആണെങ്കിൽ ഡൈഇലക്ട്രിക് അല്ല. എയർ എന്ന് പറഞ്ഞാൽ, പാരഫിൻ എന്ന് പറഞ്ഞാൽ അത് ഇൻസുലേറ്ററുമാണ്, പൂർ കണ്ടക്ടറുമാണ്, അതേസമയം ഡൈഇലക്ട്രിക്കുമാണ്. ഇപ്പോൾ ഡൈഇലക്ട്രിക്കിന് ഒരു പ്രത്യേക ഒരു അർത്ഥമുണ്ട്. അതിൻ്റെ ആ മീനിങ് ഒന്ന് പറയാം. ഡൈഇലക്ട്രിക്സ് ആർ ഇൻസുലേറ്റേഴ്സ് ഓർ നോൺ കണ്ടക്ടേഴ്സ്. അങ്ങനെ പൊതുവെ നമുക്ക് പറയാം. ദർ ആർ നോ ഫ്രീ ചാർജസ് ഇൻ ഇറ്റ്. ചാർജസ് ആർ അറ്റാച്ച്ഡ് ടു ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ദേ ആർ ഓൺ എ ടൈറ്റ് ലീഷ്. They can move only a bit within the
atoms or molecules. എക്സാമ്പിൾ എബണൈറ്റ്, മൈക്ക, പാരഫിൻ എക്സെട്ര. അതായത് ഡയലക്ട്രിക്കിനെ പൊതുവെ നമുക്ക് ഇൻസുലേറ്റർ എന്ന് വിളിക്കാം. പക്ഷേ ഈ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ചാർജസ് ആറ്റമിലും മോളിക്യൂളിലും അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് ആണെന്ന് മാത്രമല്ല, ദേ ആർ ഓൺ എ ടൈറ്റ് ലീഷ്. അവയിങ്ങനെ നമ്മൾ കെട്ടിമുറുക്കി വെച്ചിരിക്കുന്നത് പോലെ, ടൈ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ, ടൈറ്റ് ലീഷ് ഇങ്ങനെ ബെൽറ്റ് ഇട്ട് മുറിക്കുന്ന പോലെ ഇരിക്കുകയാണ്. വലിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് മാറും, പൊട്ടിപ്പോരത്തില്ല. ദേ ക്യാൻ മൂവ് എ ബിറ്റ്, അല്പം ആ ഓർബിറ്റിൽ നിന്ന് ചലിക്കാം. വിത്തിൻ ദ ആറ്റംസ് ഓർ മോളിക്യൂൾസ്. അപ്പോൾ ആറ്റംസിൽ അല്ലെങ്കിൽ മോളിക്യൂൾസിൽ ഉള്ള ഈ ഡൈലക്ട്രിക്കിലുള്ള ഇലക്ട്രോൺസ് ചെറുതായിട്ടൊന്ന് ചലിക്കും. ഓർബിറ്റിന് ഒരു ചെറിയ മാറ്റം ഉണ്ടാകും. ഓർബിറ്റ് ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യാം, അല്ലാതെ ഇലക്ട്രോൺസ് അവിടെ നിന്ന് പോരില്ല. ഈ വുഡൊക്കെ ആണെങ്കിൽ ഈ ആറ്റംസ് ടൈറ്റ് ഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യാനായിട്ട് അനുവദിക്കും. അങ്ങനെയുള്ള ഈ നോൺ കണ്ടക്ടറിനാണ് ഡൈലക്ട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരിക്കുള്ള ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ആറ്റത്തിലെ ഇലക്ട്രോൺസ് എല്ലാം ടൈറ്റായിട്ട് നിൽക്കും. ഇവിടെ ടൈറ്റ് ലീഷ്, കെട്ടിമുറിക്കിയ പോലെയാണ്. വലിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മാറും, പക്ഷേ പൊട്ടിപ്പോരില്ല. ഓർബിറ്റിന് ഒരു സ്ലൈറ്റ് ഇലോങ്ങേഷനൊക്കെ ഉണ്ടാകാം. അത്തരം വസ്തുക്കളെയാണ് നമ്മൾ ഡൈലക്ട്രിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എബണൈറ്റ്, മൈക്ക, പാരഫിൻ എക്സെട്ര. സോ ഇൻ എ dielectric, the electrons in the orbits are in a tight leash. There are no free charges in a dielectric. ഇനി അടുത്തത് പോളറൈസേഷൻ. ഡൈലക്ട്രിക്സ് ഇൻഡ്യൂസ്ഡ് ചാർജസ്. ഡൈലക്ട്രിക് പോളറൈസേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് പോളറൈസേഷൻ, അവിടെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾസ് എന്നുള്ള വാക്ക് പഠിക്കുന്നത്. ഇത് ഒരു പോളറൈസ്ഡ് ഡൈലക്ട്രിക്കിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈ പോളറൈസ്ഡ് ഡൈലക്ട്രിക് നമ്മൾ കാണുന്നത് സാധാരണ ഇനി പഠിക്കുന്ന കപ്പാസിറ്ററിനകത്താണ്. കപ്പാസിറ്ററിന് 2 പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ കേട്ട് കാണുമായിരിക്കും ചിലപ്പോൾ. പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്. അതിനിടയ്ക്കാണ് നമ്മൾ ഡൈലക്ട്രിക് സബ്സ്റ്റൻസ് വെക്കുന്നത്. നമ്മൾ ഈ പ്ലേറ്റുകൾ ചാർജ് ചെയ്താൽ ഈ ഡൈലക്ട്രിക്കൽ ആറ്റംസിന് ഒരു ചെറിയ റീഓറിയൻറ്റേഷൻ ഉണ്ടാകും. അതിനാണ് പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ചാർജ് പ്ലസ് എല്ലാം മൈനസ് സൈഡിലേക്ക് ചലിക്കും, മൈനസ് എല്ലാം പ്ലസ് പ്ലേറ്റിലേക്ക് ചലിക്കും. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ചാർജുകൾ ഉണ്ടാകുകയാണ്. അവയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറയുന്നത്. ചാർജ് സെപ്പറേഷൻ ഉണ്ടാകും. ഇപ്പോൾ ഒരു നോൺ പോളാർ മോളിക്യൂൾ ആണെങ്കിൽ, ഡൈപോൾ മൊമെൻ്റ് ഇല്ലാത്ത മോളിക്യൂൾ ആണെങ്കിൽ, നമ്മൾ അത് പോളറൈസ്ഡ് ആക്കുമ്പോൾ, ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഈ ചാർജ് ഒന്ന് സ്ലൈറ്റായി ഡിസ്പ്ലേസ് ചെയ്തിട്ട് എല്ലാ ന്യൂട്രൽ ആറ്റവും ഡൈപോളായിട്ട് മാറും. അവയെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. Consider a parallel plate capacitor with a dielectric medium between the plates. When the capacitor is charged, our electric field is established between the plates. The field will tend to separate the centers of positive and negative charges in each atom of the dielectric. As a result, the charges get very slightly displaced from the original position. The atoms of the dielectric become oriented, and each atom becomes an electric dipole. These dipoles is called, this dipole is called induced dipole. അപ്പോൾ ഡൈലക്ട്രിക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആറ്റംസ് എല്ലാം ഒന്ന് റീഓറിയൻറ്റ് ചെയ്യും. പ്ലസ് ചാർജ് എല്ലാം ഒരു സെല്ലിലേക്ക് മാറും, മൈനസ് ചാർജ് എല്ലാം മറ്റൊരു സെല്ലിലേക്ക് മാറും. ആറ്റമുകളെല്ലാം ഡൈപോളായിട്ട്, ഇലക്ട്രിക് ഡൈപോളായിട്ട് മാറും. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡിൽ ന്യൂട്രൽ ആറ്റംസ് ഡൈപോളായിട്ട് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡൈപോളുകളെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. The induced dipole has a dipole moment P. P നിങ്ങൾ കേട്ട് കാണാം. It is QA. Similar is the case of molecules of the substance. മോളിക്യൂൾസും ഇങ്ങനെ റീഓറിയൻറ്റ് ചെയ്യാറുണ്ട്. The displacement of the charges or the orientation of the molecules is proportional to the external field and it is in the direction of the field. This phenomenon is called a dielectric polarization or simply electric polarization or polarization. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ ഈ ചാർജിൽ ഡിസ്പ്ലേസ് ചെയ്തിട്ട് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഡൈപോളായിട്ട് മാറുന്നതിനെ വിളിക്കുന്ന പേരാണ്, എക്സ്റ്റേണൽ ഫീൽഡിൽ ന്യൂട്രൽ ആറ്റംസ് ഡൈപോളായിട്ട് മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡൈലക്ട്രിക് പോളറൈസേഷൻ അല്ലെങ്കിൽ സിംപ്ലി പോളറൈസേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് പോളറൈസേഷൻ. എങ്ങനെയാണെങ്കിലും പറയാം. ഡൈലക്ട്രിക് പോളറൈസേഷൻ, ഇലക്ട്രിക് പോളറൈസേഷൻ ഓർ സിംപ്ലി പോളറൈസേഷൻ. അപ്പോൾ വരുന്നൊരു ടേമാണ് പോളറൈസേഷൻ ഡെൻസിറ്റി വെക്റ്റർ, ക്യാപിറ്റൽ പി. പോളറൈസേഷൻ ഡെൻസിറ്റി വെക്റ്റർ.
Let there be n dipoles per unit volume of the dielectric, and the dipole moment of each dipole is small p. Then the resultant dipole moment per unit volume, P is np, is called polarization density vector. അതായത് ഒരു യൂണിറ്റ് വോളിയത്തിൽ n ഡൈപോൾസ് ഉണ്ടെന്ന് വിചാരിക്കുക, സ്മോൾ n. ഓരോ ഡൈപോളിൻ്റെയും ഡൈപോൾ മൊമെൻറ്റ് സ്മോൾ പി എന്ന് വിചാരിക്കുക. അപ്പോൾ യൂണിറ്റ് വോളിയത്തിൽ ആകെ ഡൈപോൾ അതിൻ്റെ അളവ് ക്യാപിറ്റൽ പി ഈസ് സ്മോൾ എൻ പി എന്ന് എഴുതും. അന്നേരം ക്യാപിറ്റൽ പി വെക്ടറാണ്, വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ ഡെൻസിറ്റി വെക്ടർ. Polarization density vector capital P is equal to small n p, where small p is the dipole moment of induced dipole and n is the number of dipoles per unit volume. Therefore, polarization density vector is polarization density vector is defined as the number of dipole moments per unit volume. Unit of P is polarization density vector is Coulomb meter is to -2. It can be shown that capital P is equal to sigma. Sigma, you have to write the letter sigma, small sigma, where sigma is the, you write the letter, sigma is the surface charge density. Polarization density is a vector quantity having mathematical properties similar to that of electric field intensity. Electric field intensity യുടെ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ് പോളറൈസേഷൻ ഡെൻസിറ്റി വെക്ടർ. അത് യൂണിറ്റ് കൂളന്റ് മീറ്റർ ഇസ്റ്റു -2 ആണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് വോളിയത്തിൽ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ ഡെൻസിറ്റി വെക്ടർ. ക്യാപിറ്റൽ പി എന്ന് എഴുതും. യൂണിറ്റ് കൂളന്റ് മീറ്റർ ഇസ്റ്റു -2 ആണ്. അത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയ്ക്ക് തുല്യമാണ്. വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഇയുടെ ക്യാപിറ്റൽ ഇയുടെ പ്രോപ്പർട്ടിയാണ് പിക്കുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്യൂൾസിനെ ഡൈഇലക്ട്രിക് മോളിക്യൂൾസിനെ നമ്മൾ രണ്ടായി തരംതിരിക്കും. ഒന്ന് നോൺ പോളാർ, മറ്റൊന്ന് പോളാർ. The atoms and molecules of matter have equal number of electrons and protons. In symmetric molecules like hydrogen, chlorine, oxygen, etc., the centers of positive charges and negative charges coincide so that dipole moment is 0. Such molecules are known as non-polar molecules. അപ്പോൾ സിമെട്രിക് മോളിക്യൂൾ ഉണ്ട്. ഈ ആറ്റമുകൾ ഒരുപോലെയുള്ള H2, Cl2, O2, 2 സഫിക്സാണ്. അങ്ങനെയുള്ള ഹൈഡ്രജൻ മോളിക്യൂൾ, പിന്നെ ക്ലോറിൻ മോളിക്യൂൾ, ഓക്സിജൻ മോളിക്യൂൾ, ഇവയെല്ലാം നമ്മൾ സിമെട്രിക് മോളിക്യൂൾ എന്ന് പറയും. ഇവയിൽ ഈ പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും ഒരുമിച്ച് കോയിൻസൈഡ് ചെയ്യും. എല്ലാ ആറ്റത്തിലും ഒരു പോസിറ്റീവ് ചാർജ് സെൻറ്ററുണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് സെൻറ്ററുണ്ട് മോളിക്യൂളിൽ. അപ്പോൾ ഇത്തരം മോളിക്യൂളിലെ പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും ചേർന്ന് വന്നാൽ അത് ഡൈപോൾ മൊമെൻറ്റ് കാണത്തില്ല. ഇതിൽ ഡൈപോൾ മൊമെൻറ്റ് 0 മോളിക്യൂളിൽ വിളിക്കുന്ന പേരാണ് നോൺ പോളാർ മോളിക്യൂൾ. എക്സാമ്പിളാണ് H2, Cl2, O2 പോലുള്ളവ. അവയെ നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറയും. But in molecules like H2O, HCl, CO, etc., the centers of positive and negative charges do not coincide. They have a net dipole moment. This type of molecules is known as polar molecule. എന്നാൽ സിമെട്രിക് അല്ലാത്ത മോളിക്യൂൾ ഉണ്ട്. വാട്ടർ, ഹൈഡ്രജൻ ക്ലോറൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള മോളിക്യൂൾ. ഇവയുടെ പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും സാധാരണ കേസിൽ കോയിൻസൈഡ് ചെയ്യത്തില്ല. അപ്പോൾ അവയ്ക്കൊരു ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഡൈപോൾ മൊമെൻറ്റ് ഉള്ള മോളിക്യൂൾസ്, അതിനെ വിളിക്കുന്ന പേരാണ് നോൺ പോളാർ മോളിക്യൂൾ. ഇപ്പോൾ നോൺ പോളാർ മോളിക്യൂൾ എക്സാമ്പിളാണ് H2O, HCl, CO തുടങ്ങിയവ. പോളാറിൻ്റെ എക്സാമ്പിളാണ് S2, Cl2, O2. അപ്പോൾ ഈ നോൺ പോളാർ മോളിക്യൂളിന് ഡൈപോൾ മൊമെൻറ്റ് ഇല്ല. ഇനി പോളാർ മോളിക്യൂളിന് ഒരു ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കും. ഇനി നമ്മളിത് എക്സ്റ്റേണൽ ഫീൽഡ് വെക്കുകയാണെങ്കിൽ, ഈ രണ്ടര മോളിക്യൂൾ നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് വെക്കുകയാണെങ്കിൽ, ബാക്കിയുമായിട്ടൊരു ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ, ഇവയ്ക്കൊരു ഫീൽഡ് അപ്ലൈ ആണെങ്കിൽ ഈ നോൺ പോളാർ മോളിക്യൂൾ പോളാറായിട്ട് മാറും. പോളാർ മോളിക്യൂൾ കുറേ കൂടി പോളാറായിട്ട് മാറും. അതാണ് പോയിന്റ്.
If these molecules are kept in an external electric field, the non-polar molecules will become polar and the polar molecules will become more polar. That is sense. That is the meaning. And that is explained here. In the absence of electric field, these molecules are oriented at random so that the resultant dipole moment for any small finite volume in any direction is zero. When an electric field is applied, the molecules are oriented related to it, related to the field, and hence there is dipole moment in the direction of the field. In the presence of field, non-polar molecules become polar and polar molecules will become more polar. So here there are some questions. The answers are we have seen. The answers we have seen in the above discussion. These are the questions. You refer. Question number 1. Explain the phenomenon of dielectric polarization. That is electric polarization. That we have seen. Question number 2. What are non-polar and polar molecules? Just above. Question number 3. The same question is repeated in a different way. മറ്റൊരു രൂപത്തിൽ ക്വസ്റ്റ്യൻ ആവർത്തിക്കുകയാണ്. Give an account of atomic view of dielectric material. ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ അറ്റോമിക് വിവരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസറായിട്ട് എന്ത് കൊടുക്കണം? അതാണ് ബ്രാക്കറ്റിൽ പറയുന്നത്. റൈറ്റ് പോളറൈസേഷൻ ആൻഡ് ദെൻ നോൺ പോളാർ ആൻഡ് പോളാർ മോളിക്യൂൾസ്. രണ്ടും കൂടി ചേർത്ത് പറയുന്നതാണ് ഈ അറ്റോമിക് വ്യൂ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. വൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് കൺസിഡർഡ് ആസ് കൺസർവേറ്റീവ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയും. അങ്ങനെ പറയാൻ കാരണമെന്ത്? അതിന് കാരണം because work done in moving a charge in a round trip in a electrostatic field is zero. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ നമ്മൾ റൗണ്ട് ട്രിപ്പിൽ ഒരു ചാർജിനെ നമ്മൾ കൊണ്ടുപോയാൽ ട്രാൻസ്പോർട്ട് ചെയ്താൽ അതിന് വർക്ക് പൂജ്യമായിരിക്കും. ഇതിന് മാത്തമാറ്റിക്കലായിട്ട് പറയുന്ന രീതിയുണ്ട്. മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ പറയും കേളി എന്ന് പറയും. നിങ്ങൾ പഠിച്ച +2 ക്ലാസ്സിൽ ആവശ്യമില്ല. ഡെൽ ക്രോസ് കേളി = 0 എന്നൊക്കെ പറയും. അതിൻ്റെ ആവശ്യമില്ല. ഇത്രയും പഠിച്ചാൽ മതി. ഒരു റൗണ്ട് ട്രിപ്പിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ ഒരു ചാർജിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ വേണ്ട വർക്ക് പൂജ്യമാണെന്ന്. വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഇൻ എ റൗണ്ട് ട്രിപ്പ് ഇൻ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇസ് 0. റൗണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് ചാർജ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് മറ്റൊരു വഴിക്കോ അല്ലെങ്കിൽ പോയ വഴിക്കോ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നതിനെയാണ് റൗണ്ട് ട്രിപ്പ് എന്ന് പറയുന്നത്. So that is all with our 13th discussion on electrostatics, dielectric polarization and induced dipoles. Thank you very much.